ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بدين الهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇതുവരെ ജീവിതത്തിൽ എന്തെല്ലാം പാളിച്ചകളാണോ സംഭവിച്ചു പോയിട്ടുള്ളത്, അത്യുദാരനായ പടച്ച റബ്ബ് അവൻ്റെ ഫളല് കൊണ്ട് നമുക്ക് പരിപൂർണമായി മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് നമ്മെയും നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, ബലാഅുകൾ, മുസീബത്തുകൾ, ഷർറുകൾ, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിനും സലാമത്തും ശിഫയും സമാധാനവും തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പടച്ചവൻ ഈ ദിവസത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബറുകൾ സ്വർഗീയ സന്തോഷത്തിലാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഉത്തരവാദിത്വ ബോധമുണ്ടാകുക എന്നുള്ളത് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പടച്ച റബ്ബിനോടും നമുക്ക് കടപ്പാടുകളുണ്ട്, പടപ്പുകളോടും നമുക്ക് കടപ്പാടുകളുണ്ട്. ആ 2 കടപ്പാടുകളിലും വീഴ്ച വരാത്ത നിലക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ നിലകൊള്ളുക എന്നുള്ളത് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. ഏതെങ്കിലും നിലക്കുള്ള ചുമതലകൾ ഏൽപ്പിക്കപ്പെടാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല എന്നാണ്. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങളെല്ലാവരും ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാകുമ്പോൾ ആ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കപ്പെടാൻ എന്തു വേണം? വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങളുടെ ചുമതലകളെ പറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന ആളുകളെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഉത്തരവാദിത്വം എന്താണോ, നമ്മുടെ ചുമതലയിൽ നമുക്ക് കീഴിൽ വരുന്നവർ ആരെല്ലാമാണോ
അതിനെപ്പറ്റി നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ബോധ്യവും തിരിച്ചറിവും ജീവിതത്തിൽ പിഴവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കുന്ന ഘടകം അതാണ്. ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുമെന്നല്ല, ആഖിറത്തിൽ പടച്ചവന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ള ബോധ്യം. ദുന്യാവിലെ ചോദ്യങ്ങളല്ല. ദുന്യാവിൽ ചിലപ്പോ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. സർവാധികാരികളായി ജീവിക്കുന്ന, ഏകാധിപതികളായി ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് ചെയ്താലും നമ്മെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള അഹങ്കാര ബോധത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ തന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് എന്ത് അക്രമം കാണിക്കുന്നതിനും അനീതി കാണിക്കുന്നതിനും നെറികേട് കാണിക്കുന്നതിനും അവർക്ക് മടിയില്ല. അതുകൊണ്ട് ദുന്യാവിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുമെന്നുള്ളതല്ല. വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി, നാളെ ആഖിറത്തിൽ പടച്ചവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ആ ബോധവും ആ തിരിച്ചറിവും, ആ ബോധത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ നമ്മുടെ ചുമതലകൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ ഇടപെടുക. ഉത്തരവാദിത്വ ബോധമുള്ളവരായി മുസ്ലിമിനെ മാറ്റാൻ ആ ഒരു ബോധത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ത്വാഫ ലൈലതൻ, ഇന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ത്വാഫ ലൈലതൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി മദീനയിലെ തെരുവിലൂടെ തന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോ അകലെ നിന്ന് ഒരു കൂരയിൽ നിന്നൊരു വെട്ടം കണ്ടപ്പോ പോയി നോക്കുമ്പോ ഒരു മാതാവ് ആ വീടിനുള്ളിൽ ഒരു കലത്തിൽ എന്തോ പാചകം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരുടെ മക്കള് ചുറ്റും കൂടി എന്നിട്ട് കരയുന്നുണ്ട്, കൊച്ചുമക്കള്. ഉമർ റളിയല്ലാഹു തആല അൻഹു വെളിയിൽ നിന്നിട്ട് വിളിച്ചു ചോദിച്ചു അവരോട്, എന്തിനാണ് ഈ മക്കള് കരയുന്നത്? ആ ഉമ്മ പറഞ്ഞു, ഉള്ളിൽ നിന്ന് ബുകാഉഹും മിനൽ ജൂഅ്, വിശന്നിട്ട് കരയുന്നതാണ്. ഈ മക്കള്, എന്റെ മക്കള് കരയാനുള്ള കാരണം വിശപ്പാണ്. എന്താണ് നിങ്ങൾ പാചകം ചെയ്യുന്നത്? കലത്തിൽ എന്താണ്? കലത്തിലൊന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. കലത്തിൽ കുറെ വെള്ളം നിറച്ചിട്ട് അതിന് താഴെ തീ കൊടുത്ത് പാചകം ചെയ്യും പോലെ അഭിനയിക്കുകയാണ്. എന്തിനാണ് ഈ അഭിനയം എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറയാൻ, മറുപടി കൊടുക്കാൻ, മക്കള് വിശന്നാണ് കരയുന്നത്. ഞങ്ങളുടെ മാതാവ് നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി എന്തോ പാചകം ചെയ്യുന്നതാണ് എന്ന് ധരിച്ച് ആശ്വസിച്ച് കരച്ചിൽ നിർത്തിയിട്ട് ആ മക്കള് ഉറങ്ങിപ്പോയേക്കും. അതിനു വേണ്ടിയാണ്, എന്തോ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ എന്ന ആശ്വാസത്തിൽ കരച്ചിൽ നിർത്തിയിട്ട് മക്കൾ ഉറങ്ങാൻ വേണ്ടിയാണ്. ഫജലസ ഉമർ റളിയല്ലാഹു തആല അൻഹു വബകാ, റളിയല്ലാഹു തആല അൻഹു ആ കൂരയുടെ മുന്നിൽ വെളിയിൽ ഈ ഉമ്മയുടെ വർത്താനം കേട്ടിട്ട് ഇരുന്ന് കരഞ്ഞു പോയി എന്നാണ്. അവിടെ ഇരുന്ന് കരഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹു. തന്റെ അധികാര പരിധിയിൽ ഉമറിന്റെ പ്രജകളിൽപ്പെട്ട ഒരു വിധവയായ സ്ത്രീയുടെയും അവരുടെ യതീമായ മക്കളുടെയും ദുരവസ്ഥ കണ്ടിട്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണിയിൽ കിടന്ന് കരയുന്ന ആ കുഞ്ഞു മക്കളുടെ ചിത്രമോർത്തിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വെളിയിൽ നിന്ന് കരഞ്ഞു എന്നാണ്. ഓടി മദീനയിലേക്ക്. എന്നിട്ട് പൊതുസത്തിൽ ഖജനാവിൽ നിന്ന് ഒരു വലിയ ചാക്ക് നിറയെ ഗോതമ്പും ധാന്യങ്ങളും മറ്റു വസ്തുക്കളൊക്കെ നിറച്ചു. എന്നിട്ട് തന്റെ വേലക്കാരനോട്, അസ്ലമിനോട് പറഞ്ഞു, ഇതെന്റെ ചുമലിലേക്ക് എടുത്തു നീത്ത, ഇതെന്റെ തലയിലേക്ക് എടുത്തു നീത്ത. വേലക്കാരൻ പറയാൻ, അനഅഹ്മിലുഹു, ഞാൻ ചുമന്നോളാം, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ മദീനയുടെ അമീറാണ്,
മുസ്ലിം ലോകത്തിന്റെ ഖലീഫയാണ് നിങ്ങൾ, ഞാൻ ചുമന്നോളാം. പലവട്ടം ആ തർക്കം നടന്നു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ലിഅന്നി അനൽ മസ്ഊലു അൻഹും ഫിൽ ആഖിറ, ലിഅന്നി അനൽ മസ്ഊലു അൻഹും ഫിൽ ആഖിറ. ഉമറിന്റെ ഭരണത്തിന് കീഴിൽ പട്ടിണി കിടന്ന ഈ പ്രജകളെ പറ്റി എന്നോടാണ് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അസ്ലമേ, നിന്നോടല്ല. അല്ലാഹ് ചോദിക്കുന്നത് എന്നോടാണ്. നിന്റെ ഭരണത്തിന് കീഴിൽ പട്ടിണി കിടന്ന യതീമായി മക്കളെ പറ്റി നിന്നോടല്ല, എന്നോടാണ് ചോദ്യം അസ്ലമേ എന്ന് വേലക്കാരനോട് പറഞ്ഞു എന്നാണ്. എടുത്തു, തലയിലേക്ക് വെച്ചു കൊടുത്തു. കിലോമീറ്ററുകൾ നടന്ന ആ കൂരയിൽ കൊണ്ടുപോയി കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്തു ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. വെളിയിലിറങ്ങിയിട്ടും ആ ഇരുളിന്റെ മറയിൽ മാറി നിന്നിട്ട് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കളിച്ചിരിയും തമാശയും വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ അത് കണ്ട് ആശ്വാസത്തോടെ ആനന്ദ കണ്ണീരൊഴുക്കിയിട്ട് മടങ്ങിയെന്നാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. പടച്ചോന്റെ മുന്നിലാണ് ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള തിരിച്ചറിവ്. നമ്മുടെ ചുമതലകൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ അത് ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ ആരാണെങ്കിലും അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. നമുക്കൊക്കെ വീടും മക്കളും ഭാര്യയും നമുക്കൊക്കെ വരുമാനങ്ങളും ഒക്കെ ഉണ്ട്, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം. അവർക്ക് നമ്മൾ ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്, വസ്ത്രം വാങ്ങി കൊടുക്കാറുണ്ട്, അവരുടെ പഠന സൗകര്യങ്ങൾ അതൊരുക്കി കൊടുക്കാറുണ്ട്. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് വാങ്ങിക്കൊടുക്കും, ട്രീറ്റ്മെന്റുകൾ നടത്തും, ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ബാധ്യത അത് മാത്രമല്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. നാറാ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. ഒരു വീട്ടുകാരനോട്, ഒരു കുടുംബക്കാരനോടുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ നിർദ്ദേശമാണ്. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാന്ന്, വീട്ടുകാരൻ നിസ്കരിക്കണം. നമ്മൾ മാത്രം നന്നായിട്ട് നടന്നാൽ പോരാ, വീട്ടുകാരൻ നന്നായിട്ട് നടക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ നിർദ്ദേശം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, മറ്റു സൗകര്യം എല്ലാം നമ്മൾ ചെയ്യണം. നല്ല പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, ഒക്കെ വേണം. അതിനോടൊപ്പം ഒരു കുടുംബക്കാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നരകത്തിന്റെ വഴിയിലൂടെ അവര് സഞ്ചരിക്കരുത്. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കരിക്കാതെയാണ് അവര് നടക്കുന്നതെങ്കിൽ നരകത്തിലേക്ക് ആണ് ആ പോക്ക്. അതുകൊണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദീനിയായ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി പടച്ചോന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. 7 വയസ്സാവുമ്പോൾ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, പ്രാക്ടീസ് ചെയ്തു കൊടുക്കണം. 10 വയസ്സായിട്ടും നിസ്കരിക്കണില്ലേ, അടി കൊടുത്ത് നിസ്കരിപ്പിക്കണം. അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശമാണ്, അടി കൊടുത്ത് നിസ്കരിപ്പിക്കണം. അതല്ല രാവിലെ വല്ലാത്ത തണുപ്പാണ് എന്നാണെങ്കിൽ സ്കൂളില്ല, അതുകൊണ്ട് കുറച്ചു നേരം അവിടെ കിടക്കട്ടെ എന്നാണോ ചിന്തിക്കുന്നത്? ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി എന്നാണ്. നമ്മുടെ പെൺമക്കൾ സ്കൂളിൽ പോകുന്നത്, അതല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനുകൾക്ക് നമ്മോടൊപ്പം വരുമ്പോ തലയിൽ തട്ടമിടാതെയാണ് പോകുന്നതെങ്കിൽ, മോളെ അത് ആ തട്ടമൊന്ന് തലയിലേക്ക് കയറ്റിയിട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. കാരണം തല മറയ്ക്കാതിരിക്കുക എന്നുള്ളത് നരകത്തിന്റെ വഴിയാണ്.
ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി ഒരു ചെറുതും വലുതുമായ മുഴുവൻ കാര്യത്തിലും മുസ്ലിമിന് ശ്രദ്ധ വേണമെന്നാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അംർ ബിൻ അബീ സലമ റളിയല്ലാഹു തആല അൻഹു, അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. ഉമ്മു സലമ ബീവിയുടെ മകനാണ്. റസൂലിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവിയുടെ മകനാണ്. അബൂ സലമ ഭർത്താവ് മരിച്ചപ്പോ റസൂൽ അവരെ വിവാഹം കഴിച്ചതാണ്. ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു, അംർ ബിൻ അബീ സലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തു മകനായിട്ടാണ് ജീവിച്ചത്. ഉമ്മു സലമ ബീവിയെ വിവാഹം ചെയ്തതിന് ശേഷം ഒരിക്കൽ റസൂലിന്റെ മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അംർ റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടി മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മുന്നിലിരിക്കുന്ന പാത്രത്തിൽ അവിടെയും ഇവിടെയും കൈയിട്ട് വാരുന്നത് റസൂല് കണ്ടപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമ്മില്ലാഹ തആല, മോനെ ബിസ്മി ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ബിസ്മി ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. വക്കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. വക്കുൽ മിമ്മാ യലീക, പാത്രത്തിൽ അവിടെയും ഇവിടെയും ഇട്ട് വാരരുത്. ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് വേണം കൈ കൊണ്ട് വാരിയെടുക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുകുട്ടിയാണ്. ഒരു കൊച്ചുകുട്ടി ഇപ്പൊ പാത്രത്തിൽ അവിടെ ഇവിടെ ഇട്ട് കൈയിട്ട് വാരി നിർത്ത് എന്താ കുഴപ്പം? പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിനൊരു മര്യാദ ഉണ്ട്. ആ മര്യാദ ചെറുപ്രായത്തിലെ തന്നെ ആ കുഞ്ഞൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അത് ബാധ്യതയാണ്. അത് ബാധ്യതയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് ബോധ്യത ഉണ്ടാകും. റസൂലിന്റെ സ്വന്തം കുഞ്ഞല്ല, റസൂലിന്റെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുള്ള കുട്ടിയാണ്. ഉമ്മു സലമ ബീവിയുടെ ആദ്യത്തെ ഭർത്താവിലുള്ള കുട്ടിയാണ്. എന്നാലും റസൂല് തിരുത്തി കൊടുക്കാൻ. എന്നാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി കൊടുക്കാൻ. അതൊരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ എന്ന നിലക്ക് തന്റെ കുഞ്ഞിന്റെ കുട്ടികളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന വിഷയമാണ്. അംർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, കുഞ്ഞായിരിക്കെ അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്ന ആ നിർദ്ദേശം അനുസരിച്ചല്ലാതെ പിന്നീട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ അദബ് റസൂൽ പഠിപ്പിച്ചെന്ന അദബ് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഇന്നൽ അഖദൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, റസൂലിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു തആല അൻഹു തംറതൻ മിൻ തംരി സ്വദഖ, സകാത്തിന്റെ കാരക്കകളിൽപ്പെട്ട ഒരു കാരക്ക എടുത്തിട്ട് ഫജഅലഹാ ഫീ ഫീഹി, വായിലേക്ക് ഇട്ടു. കുട്ടിയായിരിക്കാൻ സക്കാത്തിന്റെ കാരക്കാണ്. അതെടുത്ത് വായിലിട്ടപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൊച്ചു കുഞ്ഞിന്റെ വായിൽ കൈയിട്ടിട്ട് പറയാണ്, കഹ് കഹ് ഇർമി ബിഹാ, മോനെ തുപ്പിക്കള, തുപ്പിക്കള മോനെ. കൊച്ചു കുഞ്ഞൻ ചേർത്ത് പറഞ്ഞു കൊടുത്തു റസൂൽ, അമാ അലിംത അന്നാ ലാ നഅകുലു സ്വദഖ, മോനെ നിനക്കറിയില്ലേ നമുക്ക് സദഖയുടെ മുതല് സകാത്തിന്റെ മുതല് കഴിക്കാനുള്ള അനുവാദം ഇല്ല. നബി കുടുംബത്തിന് അഹ്ലു ബൈത്തിന് സദഖയുടെ സകാത്തിന്റെ മുതല് കഴിക്കാൻ അല്ലാഹ് അനുവാദം തന്നിട്ടില്ല എന്ന് നിനക്കറിയില്ലേ? കൊച്ചു കുഞ്ഞിനോട് പറയാണ്. കുട്ടികളെ തിരുത്തേണ്ടത് അങ്ങനെയാണെന്നാണ്. കുട്ടികളെ തിരുത്തേണ്ടത് ഒച്ചപ്പാടും ബഹളവും അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുക അല്ല. ചെയ്തത് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത് അതിന്റെ തെറ്റെന്താണെന്ന്, ന്യായം എന്താ, കാരണം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സക്കാത്തിന്റെ കാരക്കയാണ്, ഇത് സദക്കയുടെ മുതലാണ്. നമ്മൾ അഹ്ലു ബൈത്തിന് അത് കഴിക്കാൻ അല്ലാഹ് അനുവാദം തന്നിട്ടില്ല മോനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം ഉണ്ടാകണം ആ വീട്ടിലുള്ള അംഗങ്ങളുടെ വിഷയത്തിൽ. ഒരു നേതാവ്, ഒരു പാർട്ടിയുടെ നേതാവാണ്, ആ നേതാവിന് ഉത്തരവാദിത്വം ഉണ്ടാകണം. ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഒരു പള്ളിയിലെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, കമ്മിറ്റിക്കാരാണ്, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം. ഒരു ഇമാമാണോ, മദ്രസയിലെ ഉസ്താദന്മാരാണോ, അവർക്ക് ഉത്തരവാദിത്വം വേണം.
ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അള്ളാന്റെ കോടതിയിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് മുസ്ലിമിന് ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് മാറാൻ പറ്റുക. നമ്മളൊരു ഒരു 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 നമുക്ക് കീഴിൽ ധാരാളം തൊഴിലാളികളുണ്ട്, നമുക്കൊരു കമ്പനി ഉണ്ട്, ധാരാളം തൊഴിലാളികളുണ്ട്. എന്റെ തൊഴിലാളികൾ, അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ അവരോട് പറയും, അവരോട് ചെയ്യും. അങ്ങനെ മുസ്ലിമിന് പറയാൻ പറ്റൂല. അവരോട് എങ്ങനെ പെരുമാറണം പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. വിയർപ്പും വറ്റുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ കൂലി കൊടുത്തിരിക്കണം. ശമ്പളത്തിന്റെ വിഷയത്തിൽ അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല. ഒരു മുതലാളി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ കാരണമായിട്ട് നമ്മെ ശപിച്ചുകൊണ്ട് നമ്മുടെ ഒരു പണിക്കാരൻ, ഒരു തൊഴിലാളി മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഒരു മുതലാളി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. എന്റെ പണിക്കാരൻ ഞാൻ എന്റെ ഇഷ്ടമുള്ള പോലെ പറയും അല്ലെങ്കിൽ ചെയ്യും. അങ്ങനല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തരവാദിത്വങ്ങൾ, അത് റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുന്ന വലിയൊരു ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഏത് തലത്തിൽ, എവിടെ, ഏത് തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവര് വാങ്ങുന്ന ശമ്പളം, അതിന് സമാധാനം പറയേണ്ടി വരുന്നത് അവരുടെ മുന്നിൽ വരുന്ന ജനങ്ങളോട് മാത്രം, അല്ലെങ്കിൽ ഭരണാധികാരികളോട് മാത്രമൊന്നുമല്ല, അള്ളാന്റെ മുന്നിലാണ് സമാധാനം പറയേണ്ടി വരുന്നത്. വീഴ്ച വരുത്തിയാൽ മുസ്ലിമാണോ, പടച്ചവന്റെ മുന്നിൽ തലകുനിച്ച് സമാധാനം പറയേണ്ടി വരും. സമാധാനം പറയാതെ, അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ അള്ളാഹ് നാളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് കടത്തിവിടൂല. ആ ബോധ്യം ഒരു മുസ്ലിം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വേണം. ഒരു ആക്രിക്കടക്ക് ഉള്ള സാങ്ഷന് വേണ്ടി ചെന്നപ്പോ 3000 രൂപ കൈക്കൂലി ചോദിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ട സംഭവം ഇന്നലെ നടന്നതാണ്. ചെറിയൊരു ആക്രിക്കടക്ക് അനുമതിക്ക് വേണ്ടി ചെന്നപ്പോ എത്രയോ ആയിരങ്ങൾ ശമ്പളം മേടിക്കാൻ, എന്നിട്ട് 3000 രൂപ അതിന് കൈക്കൂലി ചോദിച്ചതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ പിടിക്കപ്പെടുകയാണ്. ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം നാളെ അള്ളാന്റെ മുന്നിലാണ് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്നത്, നാളെ പടച്ചവന്റെ മുന്നിലാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തുത്തരവാദിത്വങ്ങളാകട്ടെ, കുല്ലുക്കും റാഇൻ, നിങ്ങൾക്കൊക്കെ ഓരോ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ആ ഉത്തരവാദിത്വങ്ങളെ പറ്റി നാളെ പടച്ചവന്റെ മുന്നിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധ്യത്തോടെ വരും. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം ഒക്കെ നടത്തുന്നവർ, രാഷ്ട്രീയവും മതവും എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ടല്ല, അത് രണ്ടും രണ്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്ന് തന്നെയാണ്. ശരിയായ നിലക്ക് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് കൂലി കിട്ടും. ശരിയായ നിലക്ക് നമ്മൾ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ നമുക്ക് കൂലി കിട്ടും. പള്ളിയുടെ മുതല് നമ്മൾ കട്ടിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അഴിമതി നടത്തിയാലും പടച്ചോന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. അത് പഞ്ചായത്തല്ലേ, അത് രാഷ്ട്രീയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രംഗത്ത്, പ്രത്യേകിച്ച് പൊതുരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സംശുദ്ധമാകണം. എങ്ങനെയാണ് സംശുദ്ധമാകുന്നത്? നാളെ ഞാൻ പഞ്ചായത്തിലാകട്ടെ അല്ലെങ്കിൽ മറ്റുയർന്ന മറ്റേതെങ്കിലും തലത്തിലാകട്ടെ ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ എവിടെ പ്രവർത്തിച്ചാലും ഈ ദുന്യാവ് കൊണ്ട് തീരൂല. നാളെ പടച്ചവന്റെ മുന്നിൽ ഞാൻ പോയി നിന്ന് എന്റെ ഈ ഉത്തരവാദിത്വങ്ങൾക്കൊക്കെ എണ്ണി പടച്ചവന്റെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് ഗാന്ധിജിയെ പോലുള്ളവരൊക്കെ പറഞ്ഞത്, മതത്തിന്റെ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാലേ രാഷ്ട്രീയ രംഗം അത് സംശുദ്ധമാകൂ എന്നവരൊക്കെ പറയാൻ കാരണം അതാണ്. മതത്തിന്റെ മൂല്യങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്വപ്നം കാണുന്നത് അറേബ്യയിലെ ഉമറിന്റെ ഭരണമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് വെറുതെ അല്ല.
ഞാനെല്ലാം അള്ളാന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എന്ന ബോധ്യത്തോടെ മാതൃകാപരമായ സമഗ്രമായ രാഷ്ട്രീയ സംവിധാനം ലോകത്തിന് സമ്മാനിച്ച് കടന്നുപോയ ആളാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. പടച്ചോന്റെ മുമ്പിൽ സമാനം പറയണം. അറേബ്യയിൽ ക്ഷാമമുണ്ടായപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചതാരെയാണ്? നാട്ടിലെ ഖലീഫയാകുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വലിയ പട്ടിണി ഉണ്ടായപ്പോ മദീനയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കടന്ന് എല്ലും തോലുമായി മാറിയത് ബഹുമാനപ്പെട്ട മദീനയുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. പച്ച എണ്ണയിൽ ഉണക്ക റൊട്ടികൾ ഒന്നോ രണ്ടോ ഒക്കെ ഒരു ദിവസം കഴിച്ച് വിശപ്പടക്കിന്നാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും അവരടങ്ങിയറായില്ല. അത് ഏറ്റവും കൂടുതൽ ഉമർ റളിയല്ലാഹു നാട്ടിലെ രാജാവിനെയാണ്, ഖലീഫയെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നാണ്. തന്റെ പൊതുഖജനാവിൽ നിന്ന് ലഭിക്കുന്ന റേഷനിൽ നിന്ന് എല്ലാ ദിവസവും തരുന്ന റേഷൻ വെട്ടിച്ചുരുക്കാൻ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഓർഡർ പുറപ്പെടുവിച്ചു. എനിക്ക് ഇത്രയും വേണ്ട, എല്ലാ ദിവസവും കുറച്ച് ധാന്യം, ഖലീഫയാണല്ലോ, അതുകൊണ്ട് റേഷൻ കിട്ടും. ഇടക്ക് പ്രഖ്യാപിക്കാൻ ഓർഡർ എടുക്കാൻ ഇനി അത്രയും വേണ്ട. എന്താ കാരണം? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ എല്ലാ ദിവസവും കിട്ടുന്ന റേഷനിൽ നിന്ന് ഒരു പിടി മാറ്റി വച്ച് അവസാനം അതൊരു കുറച്ചധികം ധാന്യമാക്കി മാറ്റിയിട്ട് ഒരു ദിവസം നല്ല വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി. ഇത് എവിടെ നിന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഞാൻ മാറ്റിവെച്ചതാണ്, എല്ലാ ദിവസവും കിട്ടുന്നില്ല, ഒരല്പം പിടിച്ച് മാറ്റിവെച്ചതാണ്, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ ഒരു പിടി ധാന്യം അതിനെ നാളെ പടച്ചവന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും ഞാൻ, അത് കൂടുതലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, അതെനിക്ക് കൂടുതലാണ്, അതില്ലാതെ ഓരോ ദിവസവും എനിക്ക് ജീവിക്കാൻ പറ്റൂലോ. അതുകൊണ്ട് ആ ഒരു പിടിക്ക് ഞാൻ പടച്ചവന്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി എനിക്ക് റേഷൻ നൽകുമ്പോ ആ ഒരു പിടി ഓരോ ദിവസവും കുറച്ച് തന്നാ മതി, എനിക്ക് ജീവിക്കാൻ അത് മതി എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഒരു ക്രിസ്ത്യാനിയായ യുവാവിനെ അകാരണമായിട്ട് മർദ്ദിച്ചപ്പോ ആ കേസ് ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എന്ന പ്രഗൽഭനായ സഹാബിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശത്ത് ഗവർണറായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അംർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിന്റെ മകൻ ഒരു ക്രിസ്ത്യാനി പയ്യനെ അകാരണമായിട്ട് മർദ്ദിച്ചപ്പോ കേസ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ മദീനയിൽ വന്നപ്പോ മദീന പള്ളിയിൽ മറ്റു സഹാബത്തിന്റെ എല്ലാം മുന്നിൽ വച്ച് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എന്ന ഗവർണറുടെ മുന്നിൽ വച്ച് ഗവർണറുടെ മകനെ തിരിച്ചു തല്ലാനുള്ള അവസരം, ആ നിലക്ക് പ്രതികാരം നടത്താനുള്ള അവസരം ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരനായ പയ്യന് നൽകി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല തിരിച്ചു തല്ലാൻ പറഞ്ഞു, പരസ്യമായിട്ട് മറ്റു സഹാബത്തിന്റെ ഒക്കെ മുന്നിൽ വച്ച്, സ്വന്തം വാപ്പാടെ മുന്നിൽ വച്ച്. മറുപക്ഷത്തുള്ളത് ഒരു ക്രിസ്ത്യാനിയാണ്, ഇപ്പറുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ്, വലിയ വലിയ സഹാബത്താണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല മകനാണ്, അറിയപ്പെടുന്ന സഹാബിയുടെ മകനാണ്. അപ്പുറമുള്ളത് മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യാനിയായ ഒരു പയ്യനാണ്. പക്ഷെ തെറ്റെവിടെയാണെന്ന് മനസ്സിലായപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പരസ്യമായിട്ട് തല്ലിയിട്ട് പ്രതികാരം ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ്.
നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ. നമ്മൾ ആരാകട്ടെ, നമ്മൾ രാജാവാകട്ടെ, ഭരണാധികാരിയാകട്ടെ, മന്ത്രിയാകട്ടെ, MLA ആകട്ടെ, MP ആകട്ടെ, ഇനി ഏതെങ്കിലും സംഘടനയുടെ തലപ്പത്തുള്ള ആളാകട്ടെ, ഇനി പള്ളിയിലെ ഇമാമാകട്ടെ, പള്ളിയിലെ കമ്മിറ്റിക്കാരാകട്ടെ, ആരും ആകട്ടെ, നമ്മളൊരു വീട്ടിലെ വീട്ടുകാരനാകട്ടെ, നമുക്കൊക്കെ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളുമുണ്ട്. നമുക്ക് കീഴിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കാൻ ഒരു മുസ്ലിമിന് സാധിച്ചില്ലെങ്കിൽ നാളെ പടച്ചവന്റെ മുന്നിൽ ഏറ്റവും വലിയ പരാജിതരായിട്ട് നമ്മൾ മാറുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരാൻ. ആ ഉത്തരവാദിത്വ ബോധമുണ്ടാകാനുള്ള ഏറ്റവും വലിയ മരുന്നായി റസൂല് പറയുന്നത് വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി. നാളെ അള്ളാന്റെ മുന്നിൽ കോടതിയിൽ ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകും. റബ്ബിനോട് ഓരോന്നും എണ്ണി എണ്ണി മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ള ആ തിരിച്ചറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിക്കട്ടെ. തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന ദിവസങ്ങൾ ഇന്ത്യയിൽ ഒരു പൗരൻ എന്ന നിലക്കും ഒരു വോട്ടർ എന്ന നിലക്കും ഒക്കെ നമുക്ക് അവകാശം, സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ, ആ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ വോട്ട് വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ആ വോട്ട് അവകാശം നഷ്ടപ്പെടുത്താതിരിക്കൽ മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ, ഈ ഉമ്മത്തിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ നാടുകളിൽ സന്തോഷവും സമാധാനവും സൗഹൃദവും എക്കാലവും അല്ലാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ